അമേരിക്ക ഇറാനെ ആക്രമിച്ചതോടെ പശ്ചിമേഷ്യ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ കടുത്ത ആശങ്കയിലാണ്. മേഖലയിൽ അമേരിക്കയ്ക്ക് വലിയ സൈനിക സാന്നിധ്യം ഉള്ളതിനാൽ ഇറാന്റെ പ്രത്യാക്രമണം എങ്ങനെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലായ്മ നിലനിൽക്കുകയാണ്. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾ തുടങ്ങിയ യുദ്ധമല്ല ഇത്. 2020 ഇറാന്റെ സൈനിക മേധാവി ഖാസിം സുലൈമാനിയെ അമേരിക്കൻ സൈന്യം ഇറാഖിൽ വെച്ച് കൊലപ്പെടുത്തിയപ്പോൾ ഇറാൻ ശക്തമായി തിരിച്ചടിച്ചിരുന്നു. ഒരു വിദേശ രാജ്യത്ത് വെച്ച് അമേരിക്കൻ സൈന്യം ഇത്രയും ശക്തമായ മിസൈൽ ആക്രമണം നേരിട്ടത് അന്ന് ആദ്യമായിട്ടായിരുന്നു. ഈ ആക്രമണത്തിൽ 100-ലധികം US സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഈ സംഭവം മുൻനിർത്തി ഇത്തവണ ഇറാൻ എന്താണ് കരുതിയിരിക്കുന്നതെന്ന ആശങ്കയിലാണ് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ. പശ്ചിമേഷ്യയിൽ ഏകദേശം 40,000-ഓളം അമേരിക്കൻ സൈനികരുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സൈനികർ നിലയുറപ്പിച്ചിരിക്കുന്നത് ഖത്തറിലാണ്. ദോഹയോട് ചേർന്നുള്ള അൽ ഉദൈദ് സൈനിക താവളത്തിൽ ഏകദേശം 13,000-ഓളം US സൈനികരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവിടെയുള്ള വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവ അമേരിക്കൻ സൈന്യം ഇതിനോടകം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. കുവൈറ്റിലെ 5 ഇടങ്ങളിലായി ഏകദേശം 13,500 US സൈനികരുണ്ട്. ഇറാഖിന്റെ ആക്രമണ കാലത്ത് സുരക്ഷയ്ക്കായി എത്തിയ ഇവരെ പിന്നീട് സ്ഥിരം താവളമാക്കി മാറ്റുകയായിരുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന നാവിക താവളങ്ങളിൽ ഒന്ന് ബഹ്റൈനിലാണ്. ഏത് സമയം പറക്കാൻ സജ്ജമായി നിർത്തിയ യുദ്ധവിമാനങ്ങൾ ഇവിടെയുള്ള കപ്പലുകളിലുണ്ടായിരുന്നു. എന്നാൽ ഈ യുദ്ധ കപ്പലുകളും അമേരിക്ക സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏകദേശം 9,000 അമേരിക്കൻ സൈനികരാണുള്ളത്. ഇറാഖ്, ജോർദാൻ, സിറിയ, UAE, സൗദി അറേബ്യ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും താമസിക്കുന്നുണ്ട്. അടുത്തിടെ ഈ ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളോട് മേഖല വിട്ടുപോകാൻ അമേരിക്ക നിർദ്ദേശം നൽകിയിരുന്നു. പശ്ചിമേഷ്യയിൽ 19 ഇടങ്ങളിലായിട്ടാണ് US സൈന്യം നിലയുറപ്പിച്ചിട്ടുള്ളത്. ഖത്തറിൽ കരവ്യോമസേനയും ബഹ്റൈനിൽ നാവികസേനയും UAE വ്യോമസേനയും എല്ലാമായി അമേരിക്കൻ സൈന്യം പൂർണ്ണ സജ്ജമാണ്. ഇറാന്റെ കയ്യെത്തും ദൂരത്താണ് ഈ സൈനിക താവളങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് എന്നത് ഇറാന് തിരിച്ചടിക്കാൻ എളുപ്പമാക്കുന്ന കാര്യമാണ്. എന്നിരുന്നാലും മേഖലയിലുള്ള ഏകദേശം 40,000-ഓളം സൈനികർ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ വലിയ ശേഷി നൽകുന്നുണ്ട്. 4 ഭാഗങ്ങളിൽ നിന്നും ഇറാനെ ഒരേ സമയം ആക്രമിക്കാൻ സാധിക്കുമെന്നതും ശ്രദ്ധേയമാണ്. സൗദി അറേബ്യ, UAE, ഒമാൻ എന്നീ രാജ്യങ്ങൾക്ക് ഇറാനെ മാത്രമല്ല യമനിലെ ഹൂതികളെയും ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. യമനിലെ ഹൂതി വിഭാഗം മുൻപും ഈ 3 രാജ്യങ്ങൾക്കും വലിയ ഭീഷണിയായിരുന്നു. അമേരിക്കയുടെ ചരക്ക് കപ്പലുകൾ തടയുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ ഇവരുമായി ചർച്ച നടത്തി കരാർ ഉണ്ടാക്കിയാണ് രംഗം ശാന്തമാക്കിയത്. എന്നാൽ ഇറാനെ ആക്രമിച്ച സാഹചര്യത്തിൽ വീണ്ടും ഇടപെടൽ നടത്തുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് സൗദിക്കെതിരായ ആക്രമണങ്ങൾ ആഹ്വാനം ചെയ്തതായി മറ്റൊരു റിപ്പോർട്ടും പറയുന്നുണ്ട്. ഈ ആഹ്വാനം മേഖലയിലെ സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്നാണ് അമേരിക്ക നേരിട്ടിടപെടുകയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയും ചെയ്തത്. ഈ നടപടി ഇറാനെ കടുത്ത രോഷത്തിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിനും ദേശീയ താല്പര്യങ്ങൾക്കും നേരെയുണ്ടായ കടുത്ത വെല്ലുവിളിയായിട്ടാണ് ഇറാൻ ഇതിനെ കാണുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ഇറാൻ ഇസ്രയേലിന്റെ നേരെ ഖൊറാം ഷഹർ മിസൈൽ വിക്ഷേപിച്ച് പ്രത്യാക്രമണം നടത്തിയിരുന്നു. എന്നാൽ അതിനപ്പുറം അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ നേരിട്ടുള്ള സൈനിക നീക്കം നടത്താൻ ഇറാൻ ഒരുങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് പുതിയ ആഹ്വാനം. ഇറാൻ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവിൽ നിന്നുള്ള ഈ ആഹ്വാനം കേവലം ഒരു പ്രസ്താവന എന്നതിലുപരി ഇറാൻ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക നിലപാടിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്.